സുഹൃത്തുക്കൾ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കട്ടോ. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ കൂടെ ബിഗ് ബോസ് എടുത്തത് അനുമോള് അതിനെ വിമർശിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കിട്ടേണ്ടിയിരുന്നത് അനീഷിനോ അല്ലെങ്കിൽ നൂറൊക്കെ ആയിരുന്നു എന്നാണ് നമ്മളൊരു അഭിപ്രായം. അതിനെതിരെ അഭിപ്രായങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടാവും. കാരണം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവുക. എല്ലാവർക്കും ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ പറഞ്ഞു വരുന്നതൊന്നല്ല, ആരാണ് ഈ അനുമോൾ ശരിക്കുണ്ടല്ലോ 2014 മുതലാണ് ഈ ഒരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2014 അദ്ദേഹം സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷം അനിയത്തി എന്നുള്ള ഒരു പ്രോഗ്രാമിൽ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ടൈമിൽ അനുമോൾ ബോഡി ഷെയ്മിങ് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞതിന് ആരും കുരു പിടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, അനുമോൾക്ക് പൊതുവെ ഹൈറ്റ് കുറവാണ്. ആ ഒരു ഹൈറ്റ് കുറവായതിൻ്റെ പേരിൽ ഒരുപാട് ബോഡി ഷെയ്മിങ് അന്ന് മുതലേ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് നീണ്ട 10 വർഷങ്ങൾ കൊണ്ട് അനുമോൾ ഈ ഒരു ബിഗ് ബോസ് ടൈറ്റിൽ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പ്രശംസിച്ചേ മതിയാകൂ. അതിനിപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എടുത്ത് നോക്കുക. അപ്പോൾ നൂറായാലും അനീഷായാലും അക്ബറോ രേണുസുതിയോ ആരൊക്കെ ആയാലും എല്ലാവരെക്കാട്ടിയും സ്വഭാവ സവിശേഷത കൊണ്ടും പേഴ്സണൽ ക്യാരക്ടർ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ അനുമോൾ നേട്ടം മുന്നിൽ. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. 2014 അനിയത്തി എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് സീരിയൽസിൽ അഭിനയിച്ചു. കുറേ സ്ട്രഗിൾ ചെയ്തു ആ ഒരു കാലത്ത്. അത് എടുത്തു പറയണം. കാരണം ബോഡി ഷെയ്മിങ് ആയിട്ടും മറ്റുള്ള പ്രശ്നങ്ങളായിട്ടും പൈസേൻ്റെ പ്രശ്നങ്ങളായിട്ടും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അഭിനയിച്ച സീരിയൽസാണ് നമ്മളെ രാത്രി മഴ എന്നുള്ള സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സീരിയൽ കാണേണ്ട ആൾക്കാർക്ക് അറിയാം ഏതൊക്കെ സീരിയലാണ്. നമ്മൾ സീരിയലും കാര്യങ്ങളൊന്നും കാണാത്തോ നമുക്കറിയില്ല. എന്തായാലും രാത്രി മഴ ഓർമ്മയുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഒരു ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് എന്നുള്ള കോലത്തിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസ് വരുന്നത്. തമാർ പടാറിൽ അനുമോൾ വന്നതിൻ്റെ ശേഷമാണ് അനുമോളെ പേഴ്സണൽ നമ്മൾ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്നത്. അതിനുശേഷം ഫേമസ് ആയി. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. ആങ്കറായി വന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിൻ്റെ അപ്പുറം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബിഗ് ബോസൊക്കെ വരുന്നത്. ബിഗ് ബോസിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവും. കുറേ ആൾക്കാർ പറയുന്നുണ്ട് PR ചെയ്തു എന്ന്, 15 ലക്ഷത്തിൻ്റെ PR ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രോഗ്രാമിൽ മത്സരിക്കുമ്പോൾ ആ ടൈറ്റിൽ ഇനി PR ചെയ്തോ ഇല്ലേ എന്നൊക്കെ വേറെ കാര്യം കേട്ടോ. അത് റൂമേഴ്സാണ്. ഒരു ടൈറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. അപ്പോൾ ഫുട്ബോളിൽ എടുക്കുകയാണെങ്കിൽ ഒരു കളിയിൽ എത്ര തല കുത്തി മറിഞ്ഞ് നല്ല ടോപ്പായിട്ട് കളിക്കേണ്ട ടീം എൻ്റെ റിസൾട്ട് വരുമ്പോൾ തോറ്റിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ പ്രാധാന്യമുള്ളൂ, ജയിച്ചോ തോറ്റോന്ന്. അതേപോലെ തന്നെ ഇതിലും അതിനിപ്പോൾ എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്കും ചെയ്യാമല്ലോ. അതിനിപ്പോൾ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ വെറുതെയാണ്. ആ ടോക്സും കാര്യങ്ങളൊക്കെ വെറുതെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സ്ട്രഗിളും ബോഡി ഷെയ്മിങ്ങും 10-11 വർഷങ്ങൾ നീണ്ട പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് സീരിയൽസിൽ അഭിനയിച്ച് തമാർ പടാറിൽ ആങ്കറായിട്ട് വന്ന് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അനുമോൾ ഈ ഒരു ബിഗ് ബോസ് വിന്നറായിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്തൊരു സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം എന്താ പറയുക, കുറേ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് അനുമോളുടെ ഒപ്പം തന്നെയാണ് എല്ലാവരും. എന്താ നിങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. നോക്കാം, മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.